വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ്, കുറച്ചധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും വീട്ടിലൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പാലക്കാട് കൂട്ടനാടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ചായ കുടിച്ചിട്ടൊന്ന് പാടത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. നമ്മുടെ പാലക്കാടിൻ്റെ ഭംഗി നമുക്ക് നല്ല സൂപ്പറാണ് കേട്ടോ അവരടുത്ത് പാടം. അപ്പോൾ നമുക്ക് പറമ്പിൽ നിന്ന്, ഏട്ടൻ്റെ വീട്ടിലെ പറമ്പാണ് കേട്ടോ. അപ്പോൾ പറമ്പിൽ നിന്ന് നമുക്ക് നേരെ പറമ്പിൻ്റെ താഴെ തന്നെ പാടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയൊന്നും എടുക്കാതെ ഇങ്ങോട്ട് വന്നു വെച്ചപ്പോൾ കൊടപ്പനകളൊക്കെ ഉണ്ട് കേട്ടോ ഈ പാടത്ത്. കൊടപ്പനാണെന്നല്ലേ കേട്ടോ പറയുക. തോട് നോക്കി നല്ല തോടൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്താ വെച്ചാൽ ഇവിടുത്തെ എൻ്റെ വീടിൻ്റെ അവിടേക്ക് കായൽപ്പാടാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ പാടല്ല. അപ്പോൾ നല്ല ഭംഗി, ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ നിറഞ്ഞൊഴുകണ എന്താ പറയുക തോടാണല്ലോ ഏട്ടാ. തോട് തന്നെയല്ലേ പറയുക. പിന്നെ ഈ തോടിൻ്റെ ഒക്കെ വരമ്പിന് നമ്മുടെ കരിമ്പനകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മോനും പിന്നെ വേറൊരു ചേട്ടനൊക്കെ കൂടിയാണ് ചെയ്ത് നിറയെ പനകൾ. ഇപ്പോൾ ഈ പാലക്കാടിൻ്റെ ഗ്രാമഭംഗി എന്ന് പറയണത് തന്നെ ഈ പനയൊക്കെയാണല്ലോ. നല്ല ഭംഗിയാണ് ഗൈസ്. കാരണം പശുവൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വൈകുന്നേരം ഈവനിങ് ആയാലും ഇവിടെ അല്ലേ. മയിലാൾ വന്നിരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കുക്കും. എന്തൊരു ഒഴുക്കല്ലേ ഏട്ടാ ഇവിടേക്ക്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. പാടൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടേ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക റോഡാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മളെ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജാണ് ആ കാണുന്നത് അല്ലേ ഏട്ടാ. ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. മഴയത്ത് നമ്മളെ നാടൊക്കെ കാണാൻ നല്ല രസമല്ല. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. എല്ലാവരും ബൈ. ഇതൊന്നും ഇവിടും കേട്ടോ. എന്തോ നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ അപ്പിട്ടിട്ടുണ്ട് ഗൈസ്, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ പാടത്ത് കൂടെ നടന്ന് റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പാടത്തിൻ്റെ നടുക്കൊരു റോഡാണ്. അപ്പോൾ നമ്മുടെ തൊട്ട നെയ്ബറായിട്ടുള്ള സജിയേട്ടനും കുട്ടികളൊക്കെ ഉണ്ട്. വേറെയും കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ പാടത്ത്. എല്ലാവരും ഇതുപോലെ മഴയൊക്കെ ഇപ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ടൊക്കെ ഒന്ന് മഴ ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ സജിയേട്ടൻ നമ്മളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടികൾ ഭയങ്കരമായിട്ട് ധൃതി കൂട്ടുന്നുണ്ട്. വാച്ചാ നമുക്ക് ഒരിക്കൽ കൂടെ അങ്ങോട്ട് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊരു തവണ കണ്ടതാണ്. അപ്പം മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത്. ഈ ഒരു മഴക്കാലത്ത് ഇതിന് പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മളെ
അതായത് നമ്മൾ വരില്ലേ 3 എന്താ പറയുക 3 പുഴകൾ കൂടി സംഗമിക്കുക എന്ന് പറയുന്ന പോലെ 3 തോടുകൾ തമ്മിൽ കൂടി ചേർന്ന ഒരു സ്ഥലം കിട്ടും. അപ്പോൾ ഏട്ടനൊക്കെ പറയാറ് പണ്ട് ഇങ്ങനെ കുളിക്കടവൊക്കെ പോലെ നല്ലൊരു സ്ഥലം കേട്ടോ, നല്ലൊരു കല്ല് വെച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് പോയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് വായും. അപ്പോൾ എല്ലാവരും ഇതുപോലെ പാടത്ത് ഫുള്ള് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യണമല്ലോ കേട്ടോ. എല്ലാവരും നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റ് ആണല്ലോ, ഇപ്പം അടിപൊളിയാണ്. എല്ലാവരും ഇതുപോലെ റെയിൻകോട്ടും കൊടയൊക്കെ പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വായും എനിക്ക് ഈ തോട്ടിൽ ഇറങ്ങണം എന്നുണ്ട് കേട്ടോ. ഇറങ്ങാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലോ, അത്ര ആഴമൊന്നുമില്ലല്ലോ. അപ്പോൾ പക്ഷേ ഒഴുക്ക് കാണുമ്പോൾ ഇങ്ങനെ പേടിയാവും കേട്ടോ. നമ്മൾ ഒഴുകി പോകുന്നു, പക്ഷെ അത്ര പേടിക്കാനൊന്നുമില്ല. വായോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അതായത് 3 തോടുകൾ തമ്മിൽ സംഗമിക്കണം, നല്ലൊരു ഭാഗമാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഈ കൽപ്പടവൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൽ ഏട്ടനോട് പറയണത് 2 എണ്ണം മനസ്സിലാവുണ്ടല്ലോ ഏട്ടാ, 2 എണ്ണം കുന്ന് ഒഴുകി വരുന്ന വെള്ളവും 1 എണ്ണം നമ്മുടെ പാടത്തു നിന്ന് തന്നെയുള്ള വെള്ളമാണ്. അപ്പോൾ അതിൽ കലങ്ങിച്ചുണ്ടാവും. ഇപ്പം ഇവിടെ നിന്ന് വരുന്ന വെള്ളത്തിൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളമൊന്നുമല്ല കേട്ടോ, ഇത് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതായത് കലങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം നോക്കി നല്ല തെളിഞ്ഞിട്ട്, അപ്പോൾ ഇത് 2 മിക്സ് ആകുമ്പോൾ നമുക്ക് വിസിബിളായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന വെള്ളവും നല്ല തെളിവുണ്ടേ. നല്ല തെളിഞ്ഞ വെള്ളമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സജി മാഷാണ് നമ്മളെ ഭയങ്കര നമ്മളെ നൈബർ മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ നല്ല അധ്യാപകനാണ്, അതിലുപരി നല്ല ഗായകനാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആൾ പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പോൾ ഒരു മടിയും കൂടാതെ എന്നോട് പാടാന്ന് പറഞ്ഞു. പാടേണ്ട 2 കുട്ടികളാണ് അവിടെ വെള്ളത്തിൽ കളിക്കുന്നത്. അപ്പോൾ നല്ല മഴ, അപ്പോൾ എന്തായാലും ഒരു പാട്ട് അടിപൊളിയല്ലേ. അപ്പോൾ സജി മാഷ് പാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാടില്ലേ ഒരു മഴപ്പാട്ട് അല്ലേ? ശ്രമിച്ചു നോക്കാം. അതെ. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേൻ മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. എന്തായാലും താങ്ക്സ് മാഷേ, നന്നായിട്ട് പാടിയല്ലോ. കുട്ടികളിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ആർക്കാണ് ആ കഴിവ് കിട്ടിയിട്ടുള്ളത്? അങ്ങനെ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് ഏട്ടൻ്റെ ഫ്രെയിം മാറി കേട്ടോ, ക്യാമറയുടെ. കാര്യം എന്താ വെച്ചാൽ ഏട്ടൻ്റെ ജീവനായി കോളീസാണ് ആ പോണത് കേട്ടോ. അപ്പോൾ അത് കണ്ട പിന്നെ ഏട്ടൻ വേറെ ഒന്നും വീഡിയോയിൽ എടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഏതായാലും നമ്മുടെ മഴ നമ്മളെ പണി പറ്റിച്ചു കേട്ടോ. നല്ല മഴക്കാർ വരുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി മഴപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കട്ടെ കേട്ടോ.
1/4 മണിക്കൂറിന് ശേഷം നമ്മുടെ പാടൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട്. മഴ പെയ്തിട്ട് ഭയങ്കര ശക്തിയിലുള്ള മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കിളികളൊക്കെ പല പല ടൈപ്സ് കിളികളുണ്ടായിരുന്നു കേട്ടോ പാടത്ത്. നമ്മുടെ തോടൊക്കെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് വെള്ളം കൂടിയിട്ടോ. ഇങ്ങനെ നിറഞ്ഞ് സമ്മായിട്ടാണ് ഒഴുകണത്. നമുക്ക് തന്നെ കാണുമ്പോൾ പേടിയാവും. ഇന്ന് രാത്രിയും കൂടെ മഴ പെയ്താൽ എന്തായാലും റോഡിലേക്കൊക്കെ വെള്ളം കയറും കേട്ടോ. അങ്ങനെ നമ്മളൊന്നും കൂടെ പാടത്തുനിന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാനേ തോന്നണില്ല. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഭംഗിയുണ്ട്, അതേസമയം ഇങ്ങനെ മഴ നിന്നാൽ നമുക്ക് ഒരുപാട് അപകടങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ പേടിയാണ്. നമ്മളെ ഒന്നും അധികം ബാധിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ കുറേ ചേട്ടന്മാർ വീശിവല ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവർക്ക് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ വീശിവലയിൽ മീൻ കുടുങ്ങുന്നില്ല. അപ്പോൾ അവർ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും അവർ സഹകരിച്ചിട്ട് 1-2 വട്ടം കൂടെ ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ചേട്ടന്മാർ. 1-2 മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ല കച്ചറടേ പല പിടിച്ചോളാൻ പറയാം. തരുമ്പോഴേ ഇവിടെ പേടിയൊന്നുമില്ല. എന്തായാലും കായലുണ്ടാവും. ആളൊന്നിട്ടില്ല. ആളെ ഒരു കണ്ണറ കിട്ടി. കൊടയൊക്കെ ചുരുക്കി മഴ ഒക്കെ ഇനിയിപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ പാടത്തെ വിശേഷങ്ങളും മഴയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പ്രകൃതി രമണീയമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.